കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് അവിടെ ശ്രമിച്ചത്. ഇപ്പോൾ ശ്രീ കെന്നഡി സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ അവിടെ പോയിട്ട്, നിങ്ങളുടെ നേതാക്കൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനായിരുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. കാരണം കോൺഗ്രസിനവിടെ ഏതെങ്കിലും വിധത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന അവസ്ഥയല്ല. ഭരണത്തിൽ നിങ്ങളല്ല, BJP ആണ് അവിടെ ഭരിക്കുന്നത്. ഒരു തരത്തിലും സമ്മർദ്ദം ചെലുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. പക്ഷേ അവിടെ ഒരു അനാവശ്യ പ്രശ്നങ്ങളുണ്ടാക്കി, ജയിലിന് പുറത്ത് പ്രശ്നങ്ങളുണ്ടാക്കി, കോടതിക്ക് പുറത്ത് പ്രശ്നങ്ങളുണ്ടാക്കി വലിയ സമ്മർദ്ദത്തിലേക്ക് ഒരു സംവിധാനത്തെ കൊണ്ട് ചെന്നെത്തിക്കുകയും ഒപ്പം തന്നെ പിറ്റേ ദിവസം ജാമ്യം കിട്ടി പുറത്തു വരേണ്ട കന്യാസ്ത്രീമാർ 9 ദിവസം കൂടി അവിടെ കിടക്കേണ്ടി വന്നു എന്ന ഒരു ദുരവസ്ഥ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ചേർന്ന് അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഉയരുന്ന ആരോപണം. കോൺഗ്രസിന്റെ പ്രതികരണം. നീലിമ പിറ്റേ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങേണ്ടവരായിരുന്നു എന്നുള്ളത് നീലിമയുടെ നിരീക്ഷണമാണോ, കെന്നഡി കരിമ്പങ്കാലയുടെ നിരീക്ഷണമാണോ, അതോ ജനൻ TVയുടെ നിരീക്ഷണമാണോ അറിയാൻ എനിക്ക് താല്പര്യം. അവിടെ പോയ BJP നേതാക്കളുടെ നിരീക്ഷണമാണ് ഞാൻ അങ്ങയുമായി ആയിക്കോട്ടെ. ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, BJP നേതാക്കളുടെ നിരീക്ഷണം ഇതാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഒഫൻസ്? ഇവിടെ എന്തായിരുന്നു കുറ്റകൃത്യം? 2 കന്യാസ്ത്രീകളോടൊപ്പം 2-3 സ്ത്രീകൾ അവര് ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ദുർഗ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവർ യാത്ര ചെയ്യാനിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ തെറ്റല്ലേ അവർ ചെയ്തുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റ് അവിടെ നടന്നിട്ടുണ്ടോ, ഒരു ഒഫൻസ് അവിടെ നടന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം അതാണ്. ഞാൻ ശ്രീ കെന്നഡി കരിമ്പങ്കാലയോട് അദ്ദേഹമായിട്ട് ഈ ചാനൽ ചർച്ച, കാരണം എന്താണെന്ന് വെച്ചാൽ ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമുണ്ട്. കാരണം അപ്രിയ സത്യങ്ങൾ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പലരും പറയാറില്ല. അദ്ദേഹം അതിനൊരു അപവാദമായതുകൊണ്ട്, അദ്ദേഹം അപ്രിയ സത്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് കുറ്റകൃത്യമാണ് ഈ 2 കന്യാസ്ത്രീകൾ, ഈ പ്രീതി മേരിയും അതുപോലെ തന്നെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ചെയ്ത കുറ്റകൃത്യം എന്താണ്? അവരൊരു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരായി, അവരോടൊപ്പം 3 മറ്റ് യാത്രക്കാരുമുണ്ട്. അവർ പ്രായപൂർത്തിയായ യാത്രക്കാരാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണോ, തെറ്റാണോ? അവിടെ നടന്ന ആൾക്കൂട്ട വിചാരണയെ കുറിച്ച് എന്താണ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ ബഹുമാന്യനായ നേതാവ് ശ്രീ കെന്നഡി കരിമ്പങ്കാല പറയാത്തത്? ഒരു കുറ്റകൃത്യവും നടക്കാത്ത ഒരു കാര്യം. ഞാൻ കെന്നഡിയോട് വിനീതമായിട്ട് ചോദിക്കാം, നമ്മളൊക്കെ വടക്കേ ഇന്ത്യയിൽ യാത്ര ചെയ്യുക. സേനാപതി വേണു, ഞാൻ ഒന്ന് ഇടപെടുന്നത് കൊണ്ട് അങ്ങ് ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അവിടെ അന്ന് കൃത്യമായി ആ 3 പെൺകുട്ടികളിൽ ഒരാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അല്ലാതെ അവിടുത്തെ സാഹചര്യ തെളിവുകൾ മുൻനിർത്തിയല്ല. പക്ഷെ പിന്നീട് ആ പെൺകുട്ടിയുടെ മൊഴി മാറ്റപ്പെട്ടു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് ജനം TV പുറത്തുവിട്ടിട്ടുണ്ട്, എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ്, ആ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണല്ലോ, എൻ്റെ സമ്മതമില്ലാതെയാണ് പോകുന്നത്, ഇത് എൻ്റെ സമ്മതമില്ലാതെ നിർബന്ധിച്ച് എന്നെ ജോലിക്ക് കൊണ്ടുപോവുകയാണ് എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ നിലവിലുള്ള പോലീസ് സംവിധാനം എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായും മനുഷ്യക്കടത്തിന് കേസെടുക്കും. അതല്ലേ ഉണ്ടായത്? നീലിമ, ഈ പെൺകുട്ടി ഷി വാസ് നോട്ട് എ മൈനർ. അവരെ കൈ കെട്ടിയോ കാല് കെട്ടിയോ ഏതെങ്കിലും വാഹനത്തിൽ ഒന്നിലധികം ആളുകൾ അത് തന്നെയാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഞാൻ ചൂണ്ടിക്കാട്ടിയത്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി മൊഴി നൽകുകയാണ്, എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുകയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള നീതിന്യായ സംവിധാനം അനുസരിച്ച് നിയമത്തിന്റെ വഴിക്കല്ലേ പോകേണ്ടിയിരുന്നത്? അതല്ലേ അന്ന് അവിടെ സംഭവിച്ചത്? ബജറംഗദളിന്റെ വഴിക്ക് പോകുന്നു. നിയമത്തിന്റെ വഴിക്കല്ല, നിയമം ബജറംഗദളിന്റെ വഴിക്ക് പോകുന്നു. പ്രായപൂർത്തിയായ 3 ആളുകൾ അല്ലെ 4 ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്താനും അവരെങ്ങോട്ട് പോകുന്നെന്നും അവരുടെ ഐഡന്റിറ്റി ചോദിക്കാൻ ബജറംഗദളിന് ആരധികാരം കൊടുത്തു? നീലിമ, ഞാന് ശ്രീ കെന്നഡിയോട് ചോദിക്കാം, നാളെ കെന്നഡിയോ ഞാനോ അല്ലെ ഈ പാനലിൽ ഇരിക്കുന്ന ആളോ അല്ലെ നീലിമയോ നമ്മൾ എവിടെയെങ്കിലും അവിടുത്തെ കോൺഗ്രസിന്, അവിടുത്തെ PCC അധ്യക്ഷന് ഇക്കാര്യത്തിൽ മിണ്ടാട്ടം മുട്ടിയതെന്തേ? അവരാരും ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം ചെയ്യൽ പോലും നടത്തിയില്ലല്ലോ. അവിടുത്തെ കോൺഗ്രസുകാർ ആരെങ്കിലും 35 MLA-മാരുണ്ടല്ലോ അവിടെ. കോൺഗ്രസിന് 35 MLA-മാരുണ്ട്. 35 MLA-മാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ ശക്തിയുള്ള സംസ്ഥാനം തന്നെയാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു MLA
അല്ലെങ്കിൽ അവിടുത്തെ PCC അധ്യക്ഷൻ ആരെങ്കിലും ഇത് സംബന്ധിച്ച ഒരു വാക്ക് ഉരിയാടിയോ? കേരളത്തിലെ കോൺഗ്രസ് മാത്രമാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ല, ഞാൻ ചോദിക്കട്ടെ നീലിമ, ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം എന്തിനാ ഈ പ്രതികൾ എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഈ സാധുക്കളായ കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരുന്ന ജയിലിൽ അദ്ദേഹം എന്തിനാ പോയത്? ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അദ്ദേഹം പോയെ? അത് ഛത്തീസ്ഗഡിന്റെ ഭൂപേഷ് ബാഗേലിന്റെ വീടിന് മുന്നിൽ 2 മണിക്കൂറോളം ഇവിടെ നിന്നുള്ള മലയാള മാധ്യമങ്ങൾ കാത്തുകെട്ടി നിന്നില്ലേ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി? പക്ഷേ അദ്ദേഹം ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. പിന്നെ ജയിലിൽ പോയത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ വരുന്നു, അവരുടെ ഒപ്പം പോയി എന്നതൊഴിച്ചാൽ ഒരു വിധത്തിലുള്ള പ്രസ്താവനയും ഭൂപേഷ് ബാഗേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഓർക്കണം, ഛത്തീസ്ഗഡ് ഭരിച്ച മുഖ്യമന്ത്രിയാണ്. ഛത്തീസ്ഗഡ് ഭരിച്ച മുഖ്യമന്ത്രി ആയതുകൊണ്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് ശരിയായതുകൊണ്ടും കോൺഗ്രസിന്റെ നേതാക്കളോടൊപ്പം പോയി. പിന്നെ പത്രക്കാരോട് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ള അദ്ദേഹം മറുപടി പറയട്ടെ, അത് ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എന്റെ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല.